ഹലോ ഗൈസ്, ജിതിനാണ് യുവർ സ്പിരിച്വൽ വഴി. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് വന്നായിരുന്നു. എനിക്ക് ആരുടെയും പേര് പറയാൻ താല്പര്യപ്പെടുന്നില്ല, പ്രൈവസി കീപ്പ് ചെയ്യാൻ താല്പര്യപ്പെടുന്നതുകൊണ്ടാണ് ഞാൻ പേര് പറയാത്തത്. ആരാണെന്ന് ചോദിക്കരുത്, ഞാൻ പറയില്ല. ആ മെസ്സേജ് ഇതായിരുന്നു, ഒരു വോയിസ് മെസ്സേജ് ആയിരുന്നു. ചേട്ടാ, സങ്കടങ്ങൾ മാത്രമുള്ളൂ ലൈഫിൽ, ഇതുവരെയായിട്ടും രക്ഷപ്പെടാൻ പറ്റിയിട്ടില്ല. പ്രശ്നങ്ങളോട് പ്രശ്നങ്ങൾ. ഈ ദിവസവും ഞാൻ ഈശ്വരനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ ഈശ്വരൻ എൻ്റെ വിളിയേക്കുന്നില്ല. എന്താണ് ഈശ്വരൻ എന്ന് പറയുന്ന സംഭവം ഒന്നും ഇല്ലേ എന്ന് ചോദിച്ചു. ഞാൻ കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വിളിച്ചു പുള്ളിനെ. എന്നിട്ട് ഞാൻ സമാധാനപ്പെടുത്തി. അപ്പോൾ പുള്ളി പറഞ്ഞു, ചേട്ടാ ഈശ്വരനില്ല, എൻ്റെ വിളികളൊന്നും കേൾക്കുന്നില്ല, അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ ഇത്ര ഇട്ടിട്ട് ബുദ്ധിമുട്ടിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടൻ്റെ വീട്ടിൽ കണ്ണാടി ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഉണ്ട്, കണ്ണാടി ഉണ്ട്. അന്ന് ചേട്ടൻ ഈ ഫോൺ കൊണ്ടുവന്ന് കണ്ണാടിയുടെ മുന്നിൽ പോകാൻ പറഞ്ഞു. ശരി എന്ന് പറഞ്ഞിട്ട് പുള്ളി പോയി. ഞാൻ പറഞ്ഞു, ചേട്ടൻ കണ്ണാടിയിൽ ഇപ്പോൾ ചേട്ടൻ ആര് കാണുന്നതെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ എന്നെ തന്നെ കാണുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒറ്റ ഉത്തരവുള്ളൂ, ചേട്ടൻ കാണുന്ന രൂപം തന്നെയാണ് ചേട്ടാ ഈശ്വരൻ. ചേട്ടൻ തന്നെയാണ് ഈശ്വരൻ. കാരണം ഈശ്വരൻ നമ്മുടെ മനസ്സിലാണ് ഇരിക്കുന്നത്, അല്ലാണ്ട് വിഗ്രഹങ്ങളിലോ അമ്പലങ്ങളിലോ അല്ല. നമ്മുടെ മനസ്സിലാണ് ഇരിക്കുന്നത്. വിഗ്രഹങ്ങളിലും അമ്പലങ്ങളിലൊക്കെ ഇരിക്കുന്നത് അവരുടെ ഊർജം മാത്രമാണ്. ഓക്കെ, ഇനി അപ്പോൾ പുള്ളി ചോദിച്ചു, അതെങ്ങനെ എന്ന് ചോദിച്ചു. നമ്മളൊക്കെ ഈ മനുഷ്യരൂപത്തിനെത്തുന്നതിന് മുന്നേ നമ്മളൊക്കെ ആരായിരുന്നു? മൃഗങ്ങളായിരുന്നു, ഡാർവിൻ സിദ്ധാന്തം പ്രകാരം. കുരങ്ങന്മാർ അല്ലേ? ഞാൻ കൂടുതൽ ചിന്തിച്ചു പോയിട്ടില്ല, അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അങ്ങനെ ആയിക്കോട്ടെ. അപ്പോൾ ഈ കുറച്ച് ഈ മൃഗങ്ങൾക്ക് ചിന്താശക്തി വന്നു. അങ്ങനെ അവർ ഇവോൾവ് ചെയ്ത് മനുഷ്യന്മാരായി മാറി. ഓക്കെ, ആ മനുഷ്യന്മാർക്കിടയിലോട്ട് അനാവശ്യമായിട്ട് കുറേ കാര്യങ്ങൾ വന്നു. എന്തൊക്കെ കാര്യങ്ങൾ? അതായത് ദേഷ്യം, വിരോധം, വെറുപ്പ്, അതേപോലെ കുശുമ്പ്, കുന്നായ്മ, അങ്ങനെ കുറേ സാധനങ്ങൾ. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നെഗറ്റീവ് തോട്ട്സുകൾ വന്നു. ഈ നെഗറ്റീവ് തോട്ട്സ് എന്ത് പറ്റി? പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഈ പ്രശ്നങ്ങൾ കാരണം ഇവർക്ക് ഭയങ്കര പ്രശ്നങ്ങളായി കഴിഞ്ഞപ്പോൾ ഇവർ കുറച്ച് സ്ഥലങ്ങൾ പണിത് വെച്ചു. ഈ നെഗറ്റീവ് തോട്ട്സിൽ നിന്നൊക്കെ മാറി നിന്ന് ചിന്തിക്കാൻ വേണ്ടി കുറച്ച് സ്ഥലങ്ങൾ പണിത് വെച്ചു. ആ സ്ഥലങ്ങളാണ് അമ്പലങ്ങൾ, പള്ളികൾ, മോസ്കുകളൊക്കെ. ഇവിടെ ഇരുന്ന് കുറേ പേര് ഈ സാധനത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി, അങ്ങ് സ്വർഗത്തിലോട്ടോ ഭഗവാന്റെ അടുത്തോട്ടോ പോയി എന്ന് പറയും. അവർ കുറച്ച് ബുക്ക് എഴുതി വെച്ചിട്ട് തന്നിട്ടാണ് പോയത് നമുക്ക്. ആ ബുക്കുകളൊക്കെയാണ് ഭഗവത്ഗീത, അതേപോലെ ഖുറാൻ, ബൈബിള്, തിരുക്കുറൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇതൊക്കെ വായിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവും ഒറ്റ കണ്ടന്റ് ആണെന്ന്. നമ്മൾ പക്ഷേ വായിക്കുന്നില്ല, വായിക്കാൻ ആർക്കും ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷേ ഇതെല്ലാം ഒറ്റ കണ്ടന്റാണ്, എല്ലാ കാര്യങ്ങളും ഒറ്റ കണ്ടന്റാണ്. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ബേസിക്കലി നമ്മുടെ ഉള്ളിൽ നമ്മളെ തന്നെ തിരുത്താനാണ് പറയുന്നത്. അതായത് നമ്മുടെ ഉള്ളിൽ അനാവശ്യമായ ചിന്തകളെ തിരുത്താനാണ് പറയുന്നത്. തിരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഈ പറയുന്ന ദൈവം നിങ്ങളെ കാണാൻ പറ്റും. നിങ്ങൾക്ക് കണ്ണാടിയുടെ മുന്നിൽ പോയി നിങ്ങൾക്ക് ദൈവത്തിനെ കാണാൻ പറ്റും. പണ്ടൊക്കെ ഞാനൊരു സ്റ്റാറ്റസ് ഇടുമായിരുന്നു എൻ്റെ സ്റ്റോറിനകത്ത്, ഇൻസ്റ്റാഗ്രാം സ്റ്റോറിനകത്ത്. ഒരു ഹിന്ദി സിനിമ, ഞാൻ ആ 10 ഏക്കർ പോയിട്ട് ഒരു കണ്ണാടിയുടെ മുന്നിൽ പോയിട്ട് കണ്ണാടിക്ക് മാലിട്ടിട്ട് ഫുള്ളി തൊഴുതുന്ന ഫോട്ടോ. ശരിക്കും അത് തന്നെയാണ് ചെയ്യേണ്ടത്. കാരണം ഈ പറയുന്ന അമ്പലങ്ങളും പള്ളികളൊക്കെ പണിത് വെച്ചേക്കുന്നത് നമുക്ക് അവിടുത്തെ എനർജീസ് എടുക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അതങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാരണം സാധാരണ ഒരു അമ്പലം എന്നൊക്കെ പറയുന്നത്, അമ്പലങ്ങളും അല്ലെങ്കിൽ പള്ളികളൊക്കെ പണിയുന്നത് അതിൻ്റെതായ ഒരു ശാസ്ത്രമുണ്ട്. ആ ശാസ്ത്രത്തിൽ തന്നെയാണ് ഒരു പണിത് വെച്ചേക്കുന്നത്. അതൊക്കെ എനർജി സെൻറ്റേഴ്സാണ്. നമുക്ക് അവിടെ പോയി ചിന്തിക്കാം. ഈ പറയുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടാനുള്ള സ്ഥലം. അവിടെ പോയിട്ട് മുക്തി നേടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള ഈശ്വരനെ കാണാൻ പറ്റും എന്ന് ഞാൻ പറയുന്നുള്ളൂ. അല്ലാണ്ട് ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് ഒരാൾ പറഞ്ഞു തരുന്ന പരിപാടിയല്ല ഈ സാധനം. നിങ്ങളായിട്ട് കണ്ടെത്തേണ്ടതാണ് ഈ ഈശ്വരനെയൊക്കെ എന്നേ ഞാൻ പറയുള്ളൂ. ഈശ്വരനുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട്. അത് ചില സമയങ്ങളിൽ അവർ പലരുടെയും രൂപങ്ങളിൽ വന്ന് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ പറഞ്ഞു എൻ്റെ വേറൊരു മുന്നത്തെ ഒരു വീഡിയോയിൽ, ഈ സ്പിരിച്വാലിറ്റിയിലോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇപ്പം നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കണമെങ്കിൽ എൻ്റെ മുന്നിൽ നിന്ന് സംസാരിക്കുന്ന നിങ്ങൾ ഞാനും തമ്മിൽ സെയിമാണ്. നമ്മുടെ സോളുകൾ തമ്മിൽ കണക്ഷൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ ആ സോള് തന്നെയല്ലേ ഈ സോള് എന്ന് ഞാൻ പറയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആ കാര്യത്തിൽ കൺഫ്യൂഷനൊന്നും ഇല്ലെന്ന് തോന്നുന്നു എന്ന് വിചാരിക്കുന്നു. ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. കാരണം എനിക്ക് വളച്ചൂത്തി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഇങ്ങനെ സിമ്പിളായിട്ട് പറയാൻ എനിക്ക് താല്പര്യമുള്ളൂ.